നിങ്ങളും ഞാനും അടക്കമുള്ള സാധാരണ മലയാളികളുടെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ട് റുപ്പിമങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാനായിട്ട് പോകുന്നത് സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലുള്ള FDകൾ ലാഭകരമാണോ, അതിന്റെ സേഫ്റ്റി എന്ന് മാത്രമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. ഇസാഫ്, ഉജ്ജീവൻ, സൂര്യോദയ്, AU ഫിനാൻസ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് ധാരാളം ചെറിയ ബാങ്കുകൾ ഈ അടുത്ത് ഉയർന്നു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. കേരളത്തില് തൃശ്ശൂർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ബാങ്കാണ് ഇസാഫ്. അതുപോലെ മറ്റുള്ള പ്രധാനപ്പെട്ട ബാങ്കുകളായിട്ട് ഉജ്ജീവൻ, സൂര്യോദയ്, AU ഫിനാൻസ് ഒക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ RBIയുടെ ലൈസൻസോട് കൂടി വർക്ക് ചെയ്യുന്ന സ്മോൾ ഫിനാൻസ് കാറ്റഗറിയിൽ പെട്ട ബാങ്കാണ്. അത് അതിന്റെ ഓപ്പറേഷൻസും അതിന്റെ അസറ്റുകളും വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിനെ ICICI ബാങ്ക് പോലുള്ള അല്ലെങ്കിൽ HDFC ബാങ്ക് പോലുള്ള ബാങ്കുകളുടെ നിലവാരത്തിലേക്ക് ഉയർത്തും എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഒരു കാരണവശാലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്തരം ബാങ്കുകളിൽ പ്രശ്നമില്ല എന്നുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ RBI വളരെ കെയർഫുൾ ആയിട്ട് ഇവരുടെ ഓപ്പറേഷൻസും ഇവരുടെ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം അവരുടെ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നുള്ള രീതിയിലുള്ള ലൈസൻസ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇടുന്ന പൈസ, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് രൂപത്തിലോ SB രൂപത്തിലോ ഒക്കെ ഇടുന്ന പൈസ 5 ലക്ഷം രൂപ വരെ മറ്റേത് ബാങ്കിലും ഉള്ളതുപോലെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷന്റെ ഇൻഷുറൻസിന് ഉള്ളിൽപ്പെടുന്ന തരത്തിലുള്ള ബാങ്കുകളാണ് ഇത് എന്നുള്ളതാണ്. അപ്പോ സേഫ്റ്റിയുടെ കാര്യത്തിൽ പ്രശ്നമില്ല, അതിന്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലും പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. സ്മോൾ ഫിനാൻസ് ബാങ്കുകളുടെ ഗുണം എന്താന്ന് വെച്ചാൽ മറ്റുള്ള സാധാരണ HDFCയോ SBIയോ ICICI പോലുള്ള ബാങ്കുകളെക്കാൾ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് തരാനായിട്ട് അവർക്ക് സാധിക്കാറുണ്ട് എന്നുള്ളതാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചെറുകിട ബാങ്കുകളിൽ കൂടുതലും വരുന്നത് സാധാരണ കസ്റ്റമേഴ്സ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ലോൺ റേറ്റുകൾ മറ്റുള്ള ബാങ്കുകളെക്കാൾ താരതമ്യേന ഉയർന്നു നിൽക്കുന്നതായിട്ട് കാണുന്നത്. അപ്പൊ ആ ലോൺ റേറ്റിലുള്ള വ്യത്യാസം ഇവർക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പണത്തിന് കൂടുതലായിട്ട് ഒരു ഇൻട്രസ്റ്റ് തരുന്നതിനായിട്ട് അവരെ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ബാങ്കിൽ ഇപ്പോൾ 7% കിട്ടുന്ന ഒരു തരം ഡെപ്പോസിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ 8-ഓ 9% ഇൻട്രസ്റ്റ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് സാധാരണ കൊടുക്കാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ബാങ്കുകളാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ എന്നാണ് എന്റെ അഭിപ്രായം. ഞാനും ഞങ്ങളുടെ ഫാമിലി പോർട്ട്ഫോളിയോ കുറച്ച് എമൗണ്ട് സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് നിക്ഷേപിക്കുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ടൂളിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താഴെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ കാര്യത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.